ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഭാഗികമായി അനുവദിച്ചു കോടതി. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിച്ചത്. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണിത്. ഭാഗികമായി അംഗീകരിച്ചു എന്നുള്ളതാണ്. നേരത്തെ ഇതിനെതിരെയൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നുവെന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അജീഷ്, വിശദാംശങ്ങൾ. അനുജ, ഈ പ്രധാനമായും ഈ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹർജി നൽകി. ഇതിൽ ചില കാര്യങ്ങൾ മാത്രം തുടരന്വേഷണം നടത്താനാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. അത് 4 കാര്യങ്ങളാണ് പ്രധാനമായും ഈ കോടതി തുടരന്വേഷണത്തിനായി ഉത്തരവിട്ടിട്ടുള്ളത്. ആ 4 കാര്യങ്ങൾ ഇവയാണ്. അതായത് ഈ PP ദിവ്യയുടെ ഫോണും, അത് ഒഫീഷ്യൽ ഫോണും കൂടി അതിന്റെ വിശദാംശങ്ങൾ കൂടി പരിശോധിക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ഈ അന്വേഷണ സംഘം PP ദിവ്യയുടെ പേഴ്സണൽ ഫോൺ നമ്പർ മാത്രമാണ്, അതിന്റെ വിവരങ്ങൾ മാത്രമാണ് ശേഖരിച്ചത് എന്നുള്ളതാണ് ഒരു ആക്ഷേപമായി ഉന്നയിച്ചത്. ഈ പേഴ്സണൽ ഫോൺ നമ്പർ PP ദിവ്യയുടെ ഭർത്താവിന്റെ പേരിലുള്ളതാണെന്നും ഈ ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഒഫീഷ്യൽ ഫോൺ നമ്പർ കൂടി, അതിന്റെ രേഖകൾ കൂടി വിശദമായി പരിശോധിക്കണമെന്ന് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. കൂടാതെ തന്നെ ഈ ADM-ഉം TV പ്രശാന്തും കണ്ടുമുട്ടിയ CCTV ദൃശ്യങ്ങൾ, അതായത് ഈ പണം കൈമാറി എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടുമുട്ടിയ CCTV ദൃശ്യങ്ങളും വിശദമായി പരിശോധിക്കണമെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ, അതായത് ഈ പ്രശാന്തൻ, ഈ പരാതിക്കാരനായിട്ടുള്ള പ്രശാന്തൻ ആദ്യം പരാതി നൽകിയത് വിജിലൻസിനാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതി നൽകിയ വിജിലൻസ് ഉദ്യോഗസ്ഥരെയും ഈ കേസിൽ ഉൾപ്പെടുത്തി അവരുടെ മൊഴിയും എടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഗോൾഡ് ലോൺ, ഈ 1 ലക്ഷം രൂപ ADM നവീൻ ബാബുവിന് നൽകിയെന്ന് പ്രശാന്തൻ ആരോപിക്കുന്നത് ഈ ഗോൾഡ് ലോൺ എടുത്തിട്ടാണ്. സ്വർണം പണയം വെച്ച 1 ലക്ഷം രൂപയാണ് കൊടുത്തതെന്നാണ് പ്രശാന്തൻ പറയുന്നത്. അങ്ങനെയാണ് ഈ ഗോൾഡ് ലോണിന്റെ വിശദാംശങ്ങൾ കൂടി പരിശോധിക്കണമെന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരം കൂടി, ഈ കോടതി ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു കിട്ടാനുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയാൽ മാത്രമാണ് അതിന്റെ വിശദാംശങ്ങൾ കിട്ടുകയുള്ളൂ. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഈ ഭാര്യ മഞ്ജുഷ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം, ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ അവർക്ക് CPM-ഉമായി അടുപ്പമുള്ള ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിച്ചത്. അതുകൊണ്ട് ഇവർ കേസ് അട്ടിമറിച്ചു എന്നുള്ളൊരു ആരോപണം ഈ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ആരോപിച്ചിരുന്നു. ഈ കേസ് അന്വേഷണത്തിന്റെ തലവൻ TK രത്നകുമാർ പിന്നീട് വിരമിച്ച ശേഷം CPM സ്ഥാനാർത്ഥിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജനപ്രതിനിധിയായി ജയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ തുടരന്വേഷണത്തിൽ ഇത്തരത്തിലൊരു ആക്ഷേപം അവർ ഉന്നയിച്ചിരുന്നത്. എന്തായാലും 4 കാര്യങ്ങൾ കോടതി തുടരന്വേഷണം നടത്തണമെന്ന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. PP ദിവ്യയുടെ ഫോൺ രേഖകൾ, അത് ഒഫീഷ്യൽ നമ്പറുകൾ പരിശോധിക്കണം. ADM-ഉം TV പ്രശാന്തും കണ്ടുമുട്ടിയ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കണം. ഈ പരാതി നൽകിയ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തണം. ഈ പണം നൽകിയെന്ന് പറയുന്ന ഗോൾഡ് ലോണിന്റെ വിശദാംശങ്ങൾ എടുക്കണം. ഇങ്ങനെ 4 കാര്യങ്ങളാണ് കോടതി ഇപ്പോൾ തുടരന്വേഷണത്തിനായി ഉത്തരവിട്ടിട്ടുള്ളത്. അജീഷ്, ഇതിൽ ഭാഗികമായി എന്ന് പറയുമ്പോൾ ഇനിയും കൂടുതൽ ആവശ്യങ്ങൾ ഈ ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിൽ പ്രധാനമായും അവർ ഉന്നയിച്ച കാര്യങ്ങളിലൊക്കെ അന്വേഷണം എന്നതാണോ ഇപ്പോൾ കോടതിയുടെ ഉത്തരവ്? അങ്ങനെയാണ്. കാരണം ഇവർ 12 ആവശ്യങ്ങളായിരുന്നു ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. അതിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഇവർ ഉന്നയിച്ചിരുന്നു. നേരത്തെ ഈ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിന് പിന്നാലെയാണ് ഈ തുടരന്വേഷണം എന്നുള്ളൊരു പുതിയ ഹർജി ഈ കുടുംബം നൽകിയത്. അതിലാണ് ഈ 12 കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. അതിലെല്ലാം ഒന്നും കോടതി അംഗീകരിച്ചിട്ടില്ല. അതിൽ 4 കാര്യങ്ങളിൽ മാത്രം തുടരന്വേഷണം മതി എന്നുള്ളതാണ് കോടതിയുടെ ഇപ്പോഴത്തെ നിർണായക ഉത്തരവ്. മറ്റു കാര്യങ്ങളിലൊന്നും ഈ അതായത് ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്, അവരുടെ അഡ്വക്കേറ്റിനെ ഈ കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല തുടരന്വേഷണം വേണമോ എന്നുള്ള കാര്യത്തിൽ. എന്തായാലും 4 കാര്യങ്ങളിൽ സംശയമുള്ളത് കൊണ്ടാണ്, അതിൽ വേണ്ട രീതിയിൽ അന്വേഷണം നടന്നിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് കോടതി അക്കാര്യങ്ങളിൽ തുടരന്വേഷണം വേണമെന്ന് നിലവിൽ ഉത്തരവിട്ടിട്ടുള്ളത്. ഇതിലിപ്പോൾ PP ദിവ്യയുടെ ഫോൺ രേഖ പരിശോധിക്കണം, ADM-ഉം TV പ്രശാന്തും കണ്ടുമുട്ടിയ CCTV ദൃശ്യം പരിശോധിക്കണം. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ? തുടരന്വേഷണം എന്നുള്ളത് അത് വേണമെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് കോടതി പറയുന്നത് അതിന്റെ കേസിന്റെ മുന്നോട്ട് പോക്കിൽ വളരെ പ്രധാനമാകില്ലേ അജീഷ്? അനുജ, തീർച്ചയായും. കാരണം ഈ കേസിലെ നിർണായകമായിട്ടുള്ള ഒരു എവിഡൻസ് ആണ് ഈ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടി എന്ന് പറയുന്നത്. അതായത് പണം കൈമാറാനായി ഈ നവീൻ ബാബു ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് പണം കൈമാറി എന്നാണ് പ്രശാന്തന്റെ പരാതി. പക്ഷേ
അന്വേഷണ സംഘത്തിന് അത്തരത്തിലുള്ള ഒരു തെളിവൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവർ രണ്ടുപേരും ഒരേ മൊബൈൽ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നതിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. പക്ഷെ അത് പണം കൈമാറാനോ എന്തിനാണോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. അത് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിലൊരു CCTV ദൃശ്യം ഉണ്ടെന്ന് പറയുന്നു. അതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് കോടതി ഇപ്പോൾ അന്വേഷണത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ CCTV ദൃശ്യങ്ങളിൽ പണം കൈമാറുന്നില്ല എന്നുള്ളതാണ് ആ കുടുംബത്തിന്റെ വാദം. അങ്ങനെയാണെങ്കിൽ ഇവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് വ്യാജ ആരോപണങ്ങളാണ്, ADMനെ മനഃപൂർവ്വം കൊടുക്കാനുള്ള ഒരു ആരോപണമാണ് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ CCTV ദൃശ്യങ്ങൾ വീണ്ടും വിശദമായി തന്നെ പരിശോധിക്കണമെന്ന് ഈ കുടുംബം ആവശ്യപ്പെട്ടത്. മാത്രമല്ല ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഈ ADMനെതിരെ ആദ്യം ഈ പ്രശാന്തൻ പരാതി നൽകിയത് വിജിലൻസിനാണ്. ആദ്യം ഈ PP ദിവ്യയെ സമീപിച്ചു. ദിവ്യ പറയുന്നതനുസരിച്ചിട്ട് വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു. ഈ വിജിലൻസ് ഉദ്യോഗസ്ഥരും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്തണമെന്ന് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. അവരിൽ ഈ കുടുംബത്തിന്റെ ആവശ്യവും അതാണ്. ഈ കേസിൽ അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, അവരും പങ്കാളികളാണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാൻ വേണ്ടിയിട്ടാണ് അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതും കോടതി അംഗീകരിക്കുകയായിരുന്നു. കൂടാതെ ഈ ഫോൺ രേഖ അത് പ്രധാനപ്പെട്ടതാണ്. ഈ PP ദിവ്യയും പ്രശാന്തനുമായി സംസാരിച്ച എവിഡൻസുകൾ അത് ഈ ഫോണിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ആരോപണം. ഇവർ ഇതിൽ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആരോപണം. പക്ഷേ നിലവിൽ PP ദിവ്യയുടെ പേഴ്സണൽ ഫോൺ നമ്പറുകൾ മാത്രമാണ്, ആ നമ്പർ മാത്രമാണ് അന്വേഷണം ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. അതിന്റെ CDR അടക്കം എടുത്തത് ഈ പേഴ്സണൽ ഫോൺ നമ്പറാണ്. ഔദ്യോഗിക ഫോൺ നമ്പർ പരിശോധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ നമ്പർ കൂടി അതിന്റെ വിശദാംശങ്ങൾ കൂടി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതും കോടതി അംഗീകരിച്ചതും. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് ഇപ്പോൾ തലശ്ശേരിയിൽ നിന്ന് വരുന്നത്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഭാഗികമായി അനുവദിച്ചിട്ടുള്ളത്. 4 ആവശ്യങ്ങൾ, അതിൽ വിശദമായ പരിശോധന വേണം എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ADMും TV പ്രശാന്തനും കണ്ടുമുട്ടിയ CCTV ദൃശ്യം വിശദമായി പരിശോധിക്കണമെന്ന് പറയുന്നു. ഒപ്പം PP ദിവ്യയുടെ ഫോൺ രേഖകൾ പരിശോധിക്കണം. പ്രശാന്തന്റെ ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിജിലൻസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണം. ഈ 4 കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. 12 ആവശ്യങ്ങളാണ് ഭാര്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതിൽ 4 ആവശ്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അത് പരിഗണിച്ചിരിക്കുന്നു. അതിന്മേൽ തുടരന്വേഷണം വേണമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അത് കുടുംബത്തെ സംബന്ധിച്ച് തീർത്തും ആശ്വാസകരമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.